തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി ഇന്ന് റിലീസായ മലയാള സിനിമയാണ്. സജിൻ ബാബു ആണ് ഈ സിനിമയുടെ സംവിധായകൻ. ഇതിനു മുൻപ് സംവിധാനം ചെയ്ത സിനിമ ബിരിയാണിയാണ്. എല്ലാവർക്കും അറിയാം, എല്ലാ രീതിയിലും ചർച്ചയായ സിനിമയാണ്. ഓൺലൈനിൽ ചർച്ചയായ സിനിമയാണ്. തിയേറ്ററിൽ ചർച്ചയൊന്നും ആയില്ല, ഓൺലൈനിൽ ചർച്ചയായ സിനിമയാണ് ബിരിയാണി. അതേ സിനിമയുടെ സംവിധായകൻ അടുത്ത സിനിമ എന്നുള്ള രീതിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. റിമ കല്ലിങ്കലാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. റിമ കല്ലിങ്കലിനെ കൂടാതെ മീനാക്ഷിയുണ്ട്, ഡെയിൻ ഡേവിസ് ഉണ്ട്, പ്രമോദ് വെളിയനാടുണ്ട്, ബാലാജി ശർമ്മയുണ്ട്. നമുക്കങ്ങനെ അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സിനിമയുടെ റിവ്യൂവുമായിട്ടല്ല എത്തിയിരിക്കുന്നത്. തമ്മിൽ നോക്കിയാൽ തന്നെ അറിയാം, ഒപ്പീനിയൻ എന്നാണ് കിടക്കുന്നത്. ഞാൻ റിവ്യൂവിൻ്റെ തമ്മിൽ ഇടണമെന്ന് ഓർത്തതാണ്. പിന്നെ വേണ്ട, ഇപ്പം സിനിമാക്കാരോട് എനിക്കൊരു വലിയ വിയോജിപ്പുണ്ട്. പക്ഷേ 5 പേരെങ്കിൽ 5 പേരെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെ പറ്റിക്കണമെന്നുള്ള രീതിയിലാണ് ഒപ്പീനിയൻ എന്നുള്ളൊരു ഇതിൽ ഇടുന്നത്. ഞാൻ ഇതിനു മുൻപും ഈ ഒരു തമ്മിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് എൻ്റെ റിവ്യൂസ് ആയിരിക്കത്തില്ല. എനിക്ക് കാണാൻ പറ്റാത്ത സിനിമകളുടെ പബ്ലിക് ഒപ്പീനിയൻ എൻ്റെ വീഡിയോ ചാനലിൽ കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിലെന്ന് കരുതി അത് പബ്ലിക് ഒപ്പീനിയൻ പല സ്ഥലത്തെയും വെച്ചിട്ട് അതിൻ്റെ ഒരു ആവറേജ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ സിനിമയെപ്പറ്റി ഞാൻ റിവ്യൂവിൻ്റെ ഇതിൽ ഇടട്ടെ എന്ന് കരുതി എന്നാന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇങ്ങനത്തെ കുഞ്ഞു പടങ്ങൾ വരുമ്പം ഇതൊക്കെ കൊച്ചു സിനിമ, ഇന്നത്തെ ഈ സിനിമ ഇറങ്ങിയ കാര്യം പോലും ആർക്കും അറിയത്തില്ല. ഒരു 1000 പേരിൽ ഒരാൾക്ക് പോലും ഈ സിനിമയൊന്നും ഇറങ്ങിയ കാര്യം അറിയത്തില്ലായിരിക്കും. കാരണം അങ്ങനെ വരുന്നൊരു സിനിമയാണ്. ഇവർക്ക് ഒരു ഫോർ ദ സെയ്ക്ക് നെയിം സേക്കിന് വേണ്ടി മാത്രം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതാണ് ഈ സിനിമകളൊക്കെ. അല്ലാതെ ഇവർക്കിത് കഴിഞ്ഞിട്ട് OTT ആ രീതിയിലാണ്. പിന്നെ ഫെസ്റ്റിനൊക്കെ വേണ്ടി മെയിനായിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, പക്ഷേ എങ്കിൽ പോലും ഫസ്റ്റ് ഡേ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് പേര് കാണില്ല എന്നെപ്പോലെ. അപ്പം അങ്ങനെയുള്ളവർ വരുമ്പം 10 പേരുണ്ടെങ്കിലേ സിനിമ ഇടത്തുള്ളൂ. ചില തിയേറ്റർ 15 എന്നൊക്കെ പറയും. മിനിമം 10 പേരെങ്കിലും വേണം. അപ്പം മേജർ സെൻറ്റേഴ്സിൽ ഈ BC സെൻറ്റർ എന്നൊന്നും പറയത്തില്ല, അങ്ങനെ ചെയ്യേണ്ടതാണ്. പോട്ടെ, നമ്മൾ ടൗൺ സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, സെൻറ്റേഴ്സിലെങ്കിലും ഒരു 10 ടിക്കറ്റ് വെച്ച് ബുക്ക് ചെയ്തിട്ടാൽ ബാക്കി 2-3 പേരാണ് വരുന്നെങ്കിലും ഞങ്ങളെപ്പോലുള്ളവർക്ക് പടം കാണാൻ പറ്റും. അപ്പോൾ അതെന്തുകൊണ്ട് ആ ഒരു ഇതെടുക്കുന്നില്ല? ഇപ്പം അത് ഓഡിയൻസിന് കുറച്ചെങ്കിലും റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇവർക്കിതൊക്കെ അറിയാം, ഇവർക്കിടെ ട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ അറിയാം, ആൾക്കാർ കയറുന്നതൊക്കെ. അപ്പോൾ ഇവർക്കറിയാം ആരും കയറാൻ പോകുന്നില്ല. പടം അത്രയും റെസ്പോൺസ് വന്നാൽ മാത്രം എവിടെയെങ്കിലും, ഇപ്പം എറണാകുളം പോലത്തെ സ്ഥലത്തൊക്കെ ചിലപ്പോൾ 1-2 ഷോ കാണും. അപ്പം അങ്ങനെ കണ്ട് വൻ അഭിപ്രായം വന്നാൽ പിന്നെ ചില സെൻറ്റേഴ്സിലൊക്കെ കുറച്ച് ഷോ നടത്തും. അങ്ങനെ വേണ്ടവർ പോയി കാണേണ്ട രീതിയിലാണ്. പക്ഷേ നമ്മളെപ്പോലെ ഫസ്റ്റ് ഡേ ഇത് റിവ്യൂ പോലും അറിയാതെ അങ്ങനെ പോയി ന്യൂട്രലായിട്ട് കാണേണ്ടവർക്ക് ഈ സിനിമ, ഇങ്ങനത്തെ സിനിമകൾ, ഇങ്ങനെ കുറേ സിനിമകളുണ്ട്, ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഒരു 10 ടിക്കറ്റ് എല്ലാ ഷോയും വേണ്ട, ഒരു 2 ഷോ മതി. രാവിലത്തെ ഉച്ചക്കത്തെ ഷോയ്ക്ക് മതി. നിങ്ങൾക്ക് നിങ്ങളുടെ പടത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. പോട്ടെ, വിശ്വാസം ഇല്ലെങ്കിൽ പോലും നിങ്ങളിത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വന്ന് കയറി കാണാനല്ലോ, ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ എനിക്കങ്ങനെ മിസ്സായി പോയ സിനിമയാണ്, കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. ഞാനൊരു കേരളത്തിലൊരു മെയിൻ സിറ്റിയിലാണ്, അവിടുത്തെ തിയേറ്ററിലാണ് പോയി കണ്ടത്. അവിടെ പോലും ആളില്ലായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഷോയും കൂടെ ഉണ്ട്. അതിന് ആളുണ്ടെങ്കിൽ മാത്രമേ ഏതായാലും പോകുന്നുള്ളൂ. ഇപ്പോൾ ബുക്ക് മൈ ഷോ നോക്കി കുറച്ച് പേര് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോസിൽ ജനങ്ങളുടെ പബ്ലിക് ഒപ്പീനിയൻ പറയാറുണ്ട്. ഇത് അതുപോലും കിട്ടാനില്ല. എവിടെ നോക്കിയാലും പെഡ് ഡിറ്റക്റ്റീവിൻ്റെ റിവ്യൂസും തിയേറ്റർ റെസ്പോൺസുമാണ്. ഇതിൻ്റെ ഒരു തിയേറ്റർ റെസ്പോൺസും കിട്ടിയില്ല. പോട്ടെ, ഇവർ മറ്റേ വനിതാ വിനീതയെ പോയിട്ട് ഇതിൻ്റെ ടീമെങ്കിലും എല്ലാ പൊട്ടപ്പടത്തിനും പോകുന്ന, ഇത് അതുപോലും ഇല്ല. ആ വീഡിയോ പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. 2-3 ദിവസം മുമ്പ് ഇതിൻ്റെ ഒരു മറ്റേ സെലിബ്രിറ്റി ഷോ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഇവരുടെ ആൾക്കാർ തന്നെ കണ്ട് സൂപ്പർ പടം എന്നൊക്കെ പറയുന്നതല്ലല്ലോ കാര്യം. അത് സാധാരണക്കാരെ കണ്ടിട്ടുണ്ടല്ലോ പറയാനേ. അതിൻ്റെ ഒരൊറ്റ വീഡിയോ പോലും ഇല്ല. അതുകൊണ്ട് എനിക്കതും പറയാൻ പറ്റത്തില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ ഈ വീഡിയോ ഇടത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒപ്പീനിയൻ കിട്ടിയിട്ട് ഇടത്തുള്ളായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇടാൻ കാരണം ഞാൻ അവിടം വരെ പോയി, എൻ്റെ സമയവും പോയി. അങ്ങനെ പോയിട്ട് ഇവരുടെ ഉത്തരവാദിത്വമാണ് ഫസ്റ്റ് ദിവസങ്ങളിലെ ഷോ നടത്തണമെന്നുള്ളത്. അതുപോലും പറ്റിയില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഇങ്ങനത്തെ പ്രേക്ഷകർക്ക് വില നൽകാത്ത, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഒരു 70% നിങ്ങളത് ചെയ്തോ, ബാക്കി 30% ഓഡിയൻസിന് വേണ്ടി ചെയ്യും. ഞങ്ങൾ കണ്ടാലല്ലേ ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഇത് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒട്ടും വില ഓഡിയൻസിന് കൊടുക്കാത്തവരൊക്കെ സിനിമ നമ്മൾ എന്തിനു പോയി കാണണം? അതൊരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും ഇതിന് നല്ല റിവ്യൂ വന്നാൽ ഞാൻ പോകും. അതുമാത്രമല്ല, ഇന്ന് വൈകിട്ട് ഒരു തവണ കൂടെ നോക്കും. കുറച്ച് പേര് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി കാണും. അപ്പോൾ അങ്ങനെ കാണുവാണെങ്കിൽ ഞാൻ റിവ്യൂ തമ്മിലുമായിട്ട് വരാം.